പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഫേബാൻഡിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായിട്ടാണ് ആമേ സ്തോത്രം ഇങ്ങനെ കാണുന്നത്. ആമേ സ്തോത്രം കുറച്ചു പേരെ മാത്രമേ എനിക്ക് ഇതിനകത്ത് അറിയത്തുള്ളൂ, ബാക്കി ആരെ എനിക്ക് പരിചയമില്ല. എങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് ആമേൻ കർത്താവ് ക്ഷണിച്ചതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. സമയം ഒട്ടും കളയുന്നില്ല. ആമേ സ്തോത്രം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വർഷിപ്പ് ചെയ്ത ജിറ്റിമോൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചർച്ചിലെ ശക്തമായിട്ട് വർഷിപ്പ് ചെയ്യുന്ന കുഞ്ഞാണ്. ആമേ സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മെറീന ആന്റി, അതുപോലെ തന്നെ പല പ്രിയപ്പെട്ടവരുണ്ട്. ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പലരെയും കാണാൻ പറ്റുന്നില്ല. ആമേ സ്തോത്രം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാരംഭത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ആമേ സ്തോത്രം. നിങ്ങൾക്ക് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ജോലിയിലാണെങ്കിൽ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ഇരുന്നാല് ഒരു ദൈവികമായ ദൂതുകളോ അരുളപ്പാടുകളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ട് അത് പ്രസ്താവിക്കുവാൻ അവനിടയായി തീരും. ഇല്ലെങ്കിൽ ആ ദൂതുണ്ടെങ്കിൽ ആളെ കാണാതെ എങ്ങനെയാ പറയുന്നത്? അപ്പോൾ സാഹചര്യമുള്ളവര് ക്യാമറയൊക്കെ ഓൺ ചെയ്ത്, എനിക്കറിയാം രാവിലെ സമയം തിരക്കാണ്, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് നല്ല തിരക്കുള്ള സമയമാണ്. എന്നാലും കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ്. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ മുമ്പിൽ ആമൻ പാദപീഠത്തിൽ ഇരിക്കുന്ന ഓരോ സമയവും അത് വിലപ്പെട്ട സമയമാണ്. അതിനൊക്കെയും പ്രതിഫലം തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. മാർത്തയും മറിയയും കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ ആമേ സ്തോത്രം അത് മഹത്വമാക്കി മാറ്റിയ ഒരു സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയാം, ആമേ നിങ്ങൾ ഇരിക്കുന്ന ഓരോ സമയവും അത് വിലപ്പെട്ടതാണ്, അത് വിലപ്പെട്ടതാണ്. ആമേ സ്തോത്രം. അത് നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ആമേ സ്തോത്രം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഇന്ന് പകലിലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ആമേ സ്തോത്രം. ഒരു മെസ്സേജ് എനിക്ക് തന്നിട്ടുണ്ട്, അതിനോടൊപ്പം എന്റെ സാക്ഷ്യങ്ങൾ പറയും. ആമേ സ്തോത്രം. ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് അസാധാരണമായ ചില വിടുതലുകൾ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ആത്മാവിന്റെ വലിയൊരു സാന്നിധ്യം പ്രാരംഭത്തിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലിലും ആത്മാവ് ചിലരെ തൊടും, ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്യും, ആത്മാവിന്റെ വലിയ പരിവർത്തനങ്ങൾ ഇതിനകത്തുണ്ടാകും. നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ വ്യക്തമായിട്ട് തൊടുവാൻ ഇടയായിത്തീരും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പല പല ദേശങ്ങളിൽ പല പല ഭവനങ്ങളിൽ ഇരുന്നാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിലും നമ്മളെല്ലാം യോജിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്നാകയാൽ ഞാൻ പറയാം, ആമേ ചർച്ചിലിരുന്ന് കൂടുന്ന അതേ ഫീലിംഗ് തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്തും തന്ന നിങ്ങളെ മാനിക്കുവാൻ സ്വർഗം ശക്തനാണ്. ഇന്ന് പകൽ വിശ്വസിച്ചോ, ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ പകരുവാൻ ഇടയായിത്തീരും. ആമേ. നമുക്ക് ഇന്ന് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വേദഭാഗം വായിച്ച ശുശ്രൂഷയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന കുഴിയിൽ ഇട്ട് കളയുക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. കർത്താവ് ഈ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വേദവചനം ഇതാണ്. ആമേ. സ്വപ്നക്കാരൻ വരുന്നു, അവനെ കൊന്ന് കുഴിയിൽ ഇട്ട് കളയുക, അവൻ ഒരു ദുഷ്ടമൃഗം തിന്നെന്ന് പറയാം, അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ വേദഭാഗമാണ്. സൺഡേ സ്കൂൾ കുട്ടികൾക്കും എല്ലാം അറിയാവുന്ന വേദഭാഗമാണ്. ആമേ സ്തോത്രം. ആമേൻ ആമേൻ. എല്ലാവർക്കും ഒരു കഥ പോലെ അറിയാവുന്ന ഒരു ചരിത്രമാണ് യോസേഫിന്റെ ചരിത്രം. ഇന്ന് ഇതിനകത്തു നിന്ന് ചില ദൂതുകൾ നിങ്ങളോട് പറയുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. ആമേ സ്തോത്രം. ഇന്ന് ആമേ സ്തോത്രം യോസേഫിന് ദൈവം ഒരു സ്വപ്നം കൊടുക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ 1-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു. യാക്കോവിന്റെ വംശപാരമ്പര്യം എന്തെന്നാൽ യോസേഫിന് 17 വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും ശില്പയുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസേഫ് അപ്പനോട് വന്നു പറഞ്ഞു. ഇവിടെ യാക്കോവിന്റെ വംശപാരമ്പര്യം എഴുതി തുടങ്ങിയിട്ട് ആമേ ശ്രദ്ധിച്ചു കേട്ടോണം. യാക്കോവിന്റെ വംശപാരമ്പര്യം എഴുതി തുടങ്ങി
കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് അടുത്തത് യോസഫിനകത്തേക്ക് കയറുകയാണ്. ആമേ, യോസഫിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ യാക്കോബിനെ കുറിച്ച് എഴുതിയിട്ട് പരിശുദ്ധാത്മാവ് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ആമേ സ്തോത്രം, ഇനി അടുത്തൊരു ജനറേഷൻ ആമേ കേറി വരാൻ പോകുകയാണ്. ഇന്ന് പ്രാരംഭത്തിൽ ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. ആമേ സ്തോത്രം, നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ തലമുറകളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, അടുത്തൊരു ജനറേഷൻ കേറി വരാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു ജനറേഷൻ, ഒരു ജോസഫ് കയറി വന്നതുപോലെ ചിലതിന്റെ തലമുറകളുടെ മേൽ അസാധാരണമായ ദൈവ പ്രവർത്തികളാ ഇന്ന് പകലില് കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഒന്ന് ആമേനൊക്കെ ഒന്ന് പറഞ്ഞേ, കൈ ഉയർത്തി ഒന്ന് സ്തോത്രമൊക്കെ പറഞ്ഞേ. ഇന്ന് ചില വിടുതലുകൾ നടക്കാൻ വേണ്ടി പോകുകയാണ്. ചിലതിന്റെ സീസൺ ചേഞ്ച് ആകാൻ പോകുകയാണ്. ചിലതിന്റെ സീസൺ ചേഞ്ച് ആകാൻ വേണ്ടി പോകുകയാണ്. ചില തലമുറകൾ കയറി വരുന്നത് പോലെ ദൈവം ചിലത് നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് പകൽ ദൂത് കേൾക്കുമ്പോൾ ആത്മാവിൽ നിന്ന് പ്രതികരിച്ച ആ കരമൊക്കെ ഉയർത്തുന്ന സ്തോത്രം ചെയ്തോണം. ഒച്ചത്തിലൊക്കെ ഒരു ആമേൻ പറഞ്ഞോണം. കാരണം നിന്റെ കുടുംബത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. പരിശുദ്ധാത്മാവിനോട് പറയാൻ പറഞ്ഞു, യാക്കോബേ, നിന്റെ വംശപാരമ്പര്യം അവിടെ നിൽക്കട്ടെ. അടുത്ത ഒരുത്തനെ കയറ്റുവാനുള്ള സമയമായി, അടുത്ത ഒരുത്തൻ രംഗത്ത് വരുവാനുള്ള സമയമായി, അടുത്ത ചിലതിലേക്ക് അഭിഷേകം പകരുവാനുള്ള സമയമായി. ഇതിനകത്ത് ആമേ ചില കുടുംബങ്ങൾക്കകത്ത് ഒരു അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഏതൊക്കെയോ തലമുറകൾ പൊങ്ങി വരാൻ വേണ്ടി പോകുന്നു. ഏതൊക്കെയോ തലമുറകളുടെ മേൽ അഭിഷേകം പകരപ്പെടാൻ വേണ്ടി പോകുന്നു. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, നിന്റെ തലമുറയുടെ മേൽ അസാധാരണമായ ഒരു പകർച്ച യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ചിലതിന്റെ ചരിത്രം ആരംഭിക്കാൻ പോകുകയാണ്. ചിലതിന്റെ ചരിത്രം ആരംഭിക്കാൻ പോകുകയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ആയിട്ട് നിന്റെ തലമുറയെ ദൈവം മാറ്റാൻ വേണ്ടി പോകുന്നു. എത്ര പേർ ആമേൻ പറയോ? തലമുറ ഇല്ലെങ്കിലും ആമേൻ പറഞ്ഞോ. ആമേൻ, നിനക്കുണ്ടാകുന്ന തലമുറ ഇതുപോലെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് കർത്താവ് മാറ്റാൻ വേണ്ടി പോകുന്നു. അടുത്ത ചില ലെവലുകളിലേക്ക് കയറുന്ന ചില തലമുറകൾക്ക് വേണ്ടി ചില കൈമാറ്റങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി യോസഫിന്റെ ചരിത്രം ഞാൻ പറയാൻ വേണ്ടി പോകുകയാണ്. ആമേ സ്തോത്രം, അവന് 17 വയസ്സായപ്പോൾ ആമേ സ്തോത്രം അവന്റെ അപ്പന്റെ ആമേ സ്തോത്രം സഹോദരന്മാരോട് കൂടെ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായിട്ട് നടക്കുകയാണ്. മാത്രവുമല്ല ആമേ സ്തോത്രം അവന്റെ ജ്യേഷ്ഠന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരെ കുറിച്ചുള്ള ദുശ്രുതി ആമേ യോസഫ് അപ്പനോട് വന്ന് പറയുകയാണ്. കേവലം 17 വയസ്സ് മാത്രമുള്ള ഒരു യോസഫ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു യോസഫ. നിങ്ങളുടെ ശ്രദ്ധിച്ചു വായിച്ചാൽ അറിയാം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു യോസഫ, 17 വയസ്സുള്ള ഒരു പുത്രൻ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ഒരു ചരിത്രം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കുഞ്ഞിനെ ദൈവം വിശുദ്ധിക്ക് വേണ്ടി നിർത്താൻ വേണ്ടി പോകുന്നു. ഇത് കേൾക്കുമ്പോ എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയോ? ഈ നശിച്ചു പോകുന്ന ലോകത്തില്, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ലലോകത്തില് നശിച്ചു പോകുന്ന തലമുറകളുടെ നടുവിൽ നിന്റെ കുഞ്ഞിനെ ഒരു ജ്യോതിസാക്കി, ഒരു സ്റ്റാറാക്കി ദൈവം നിർത്തുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചില അഭിഷേകത്തിന്റെ കൈമാറ്റങ്ങൾ നടക്കാൻ വേണ്ടി പോകുന്നു. നിന്റെ തലമുറ ഈ ലോകത്ത് ആമേൻ പെട്ടുപോകുമെന്നല്ല പറയുന്നത്. ഈ ലോകത്തിന്റെ ആമേൻ സ്തോത്രം വെറിക്കൂട്ടുകളിൽ ആകി പോകുമെന്നല്ല പറയുന്നത്. വിശുദ്ധിക്ക് വേണ്ടി കർത്താവ് നിർത്താൻ വേണ്ടി പോകുന്നു. അവനെ കർത്താവ് വേർതിരിച്ച് നിർത്താൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ചില സീസണുകൾ ഈ ഫെബ്രുവരി മാസത്തില് ചിലതിന്റെ മേൽ തുറക്കുന്നു, ചിലതിന്റെ മേൽ തുറക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, ചിലതിന്റെ മേൽ തുറക്കുന്നു യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ നാമത്തിൽ യേശു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില തലമുറകളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ചില കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ അത് പൊട്ടിമാറട്ടെ. അവരുടെ വളർച്ചയ്ക്കെതിരെയും അവരുടെ വിദ്യാഭ്യാസത്തിനെതിരെയും അവരുടെ യാത്രക്കെതിരെയും കെട്ടിയ ചില കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ കാര്യങ്ങളൊക്കെ അടിച്ച ആ കെട്ടുകൾ ചെയ്ത് പൊട്ടി മാറട്ടെ. യേശുവിന്റെ നാമത്തില് അവർക്കെതിരെ വ്യാപരിക്കുന്ന ചില അന്യായമായ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കരമുയർത്തി ശക്തിയോടെ രാമേൻ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. ഈ കരമൊക്കെ അടിക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? വേദപുസ്തകത്തിനകത്ത് ഒരു വചനമുണ്ട്, മനുഷ്യൻ അവന്റെ നേരെ കൈകൊട്ടും, അവന്റെ വാസസ്ഥലത്തു നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. നീ കൈയടിക്കുന്നത് ചുമ്മാതല്ല കേട്ടോ, നമുക്ക് നേരമില്ലാത്തത് കൊണ്ടല്ല. ഈ കൈയടിയുടെ പവർ എന്ന് പറഞ്ഞാൽ നീ അടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിശാചിട്ടിരിക്കുന്ന ചില അടിസ്ഥാനങ്ങളാ ഇന്ന് പകലത് പൊളിയാൻ വേണ്ടി പോകുകയാണ്. നീ കൈയടിക്കാൻ തുടങ്ങുമ്പോൾ നീ ഒരു ആമേൻ അങ്ങനെ തന്നെ കർത്താവേ ഞാൻ ആ ദൂത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ എന്ന് പറയാൻ തുടങ്ങുമ്പോൾ പിശാചിട്ടിരിക്കുന്ന ചില അടിസ്ഥാനങ്ങളാ ഇന്ന് പകലിൽ ചിലത് പൊട്ടിമാറുകയാ. ഇത് ചുമ്മാ ഒരു പ്രസംഗം കേട്ട് പോകുന്ന ശുശ്രൂഷയല്ല കേട്ടോ. ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് തന്നെ ചില കെട്ടുകളൊക്കെ പൊട്ടും, ചില ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു മാറും, ചില നുഖത്തിന്റെ അമിക്കയറുകളൊക്കെ പൊട്ടി മാറും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, ചില നുഖത്തിന്റെ അമിക്കയറുകളൊക്കെ ഇന്ന് പൊട്ടി മാറും. മിനി മാത്യു വിശ്വസിച്ചോ, ചില നുഖത്തിന്റെ അമിക്കയറുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ചിലത് പൊട്ടി മാറുകയാണ്. ദുരബലം നിന്റെ കുടുംബത്തെ വല്ലാതെ വേട്ടയാടുന്ന ചിലതാ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിലെ ചിലത് പൊട്ടി മാറുന്നതാ. പരിശുദ്ധാത്മാവിനെ കാണിക്കാൻ ആന്റി വിശ്വസിച്ചോ, ഇന്ന് പകലില ആന്റിക്ക് വേണ്ടി ചില പുതുവഴികൾ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുകയാണ്. അടച്ചു വെച്ചിരിക്കുന്ന ചില ബ്ലോക്കുകൾ കർത്താവ് എടുത്ത് മാറ്റാൻ വേണ്ടി പോകുകയാണ്. ഉടാമനാരഘടക സന്തൽ കൗടമനഘടകസി വലുതും സഫലമായ ചില വാതിലുകൾ മിനി മാത്യു സിസ്റ്റർക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആമേ 17 വയസ്സുള്ള പയ്യൻ സ്തോത്രം ചേട്ടന്മാരുടെ ദുശ്രുതി അപ്പനോട് വന്ന് പറയുകയാണ്, അപ്പാ ചേട്ടന്മാർ പാപം ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ. സ്തോത്രം അവരെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇന്ന് പകൽ അടുത്തൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഈ അന്ധകാര ലോകത്തില് പലതിന്റെയും പാപങ്ങൾ കർത്താവിനോട് ചെന്ന് പറയുന്നവർക്കായി സ്തോത്രം കർത്താവേ ആ വ്യക്തി പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, ആ കുടുംബം പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, അവർ നശിച്ചു കൊണ്ടിരിക്കുകയാണപ്പാ, അവനെ ഒന്ന് വിടുവിക്കണമേ. ഇന്ന് പകലിൽ എത്ര പേർ ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്ത് ഒത്തിരി പ്രാർത്ഥന പോരാളികളെ ഞാൻ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തോടെ നിൽക്കുന്ന, അധികാരത്തോടെ നിൽക്കുന്ന ഒത്തിരി പ്രാർത്ഥന പോരാളികൾ ഇതിനകത്ത് ഇരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഇന്ന് പകൽ അപ്പനോട് ചെന്ന് അറിയിക്കുന്ന ചിലത് അപ്പനോട് പറയുകയാണ്, വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, ഒരു ഉണർവ് അയക്കണമേ, ദേശത്തൊരു വിടുതൽ നടക്കട്ടെ, അപ്പാ കുടുംബത്തെ വിടുവിക്കണമേ. ഇന്ന് പകലിലും അപ്പനെ അറിയിക്കുന്ന ചിലത് ഇതിനകത്തുനിന്ന് പുറത്തു വരികയാണ്. ചിലരുടെ പ്രാർത്ഥന രീതികൾ മാറോ, ചിലരുടെ ആരാധനയുടെ രീതികൾ മാറോ. സുവിശേഷീകരണത്തിൽ ശക്തമായിട്ട് ദൈവം ചിലതിനെ കടങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പോകുകയാണ്. ആമേൻ പറയുന്നവർ ആമേൻ പറഞ്ഞോ. നിങ്ങളുടെ അകത്തൊരു സുവിശേഷീകരണം നടക്കാൻ പോകുക. എന്താണെന്നറിയാമോ? ദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ അപ്പനോട് ചെന്ന് അറിയിക്കുകയാണ്. അപ്പ അവരെ വിടുവിക്കണമേ, അപ്പ അവരെ രക്ഷിക്കണമേ, അവർ പാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് പകലില അതുപോലെ നിൽക്കുന്ന ചില ജോസഫുമാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇതിനകത്ത് വലിയൊരു ആത്മസാന്നിധ്യം ഫീൽ ചെയ്യുകയാണ്. എനിക്കറിയത്തില്ല, വലിയൊരു പ്രസൻസ് ഇതിനകത്ത് ഫീൽ ചില ദൈവ സാന്നിധ്യം ചിലരെ മൂടുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ചിലർക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ബ്ലസ്സി ടിജു പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ദൈവം ചിലത് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു അധ്യായം നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാകാൻ വേണ്ടി പോകുന്നു. സിസ്റ്ററെ പ്രാർത്ഥിച്ചോ, ബ്ലസ്സി ടീച്ചോ പ്രാർത്ഥിച്ചോ. നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമാകാൻ വേണ്ടി പോകുന്നു. നീ പ്രാർത്ഥിച്ച ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. കൈപ്പത്തിയോളൊരു മേഘ ഒരു വലിയ മഴയായിട്ട് മാറുന്നത് പോലെ നിന്റെ പ്രാർത്ഥനകൾക്ക് ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കാണുകയാണ്. ആത്മാവിൽ ഇന്ന് പകൽ നീ പിടിച്ചോ. ഒരു വലിയ മഴയുടെ മുടക്ക ചിലതിന് മുമ്പായി ഓടുവാനുള്ള ഒരു അഭിഷേകത്തിലെ ശക്തി യേശുവിന്റെ നാമത്തിൽ ആ സഹോദരന്റെ മേൽ വ്യാപരിക്കട്ടെ. ആ സഹോദരന്റെ മേൽ ശക്തമായ അഭിഷേകം ഇറങ്ങുന്നത്
പരിശുദ്ധാത്മാവിനെ കാണിക്കാം. പ്രാർത്ഥിച്ചോ. ഇന്ന് പകലിലും ചിലതിന്റെ മേൽ അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങാൻ വേണ്ടി പോകുക. അഭിഷേകത്തിന്റെ വലിയ ശക്തി ഇറങ്ങാൻ വേണ്ടി പോകുക. ആമ യോസഫ് അപ്പനോട് ചെന്ന് പറയുകയാണ്, അപ്പാ ഇവരെ രക്ഷിക്കണമേ, ആമൻ ഇവരാ തെറ്റിൽ അകപ്പെട്ട് പോകരുതേ. ഇന്ന് പകൽ ഇടിവ് നിൽക്കുന്നവർക്കായിട്ട് സ്തോത്രം, ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുന്നവർക്കായിട്ട് സ്തോത്രം. നിങ്ങൾ വിടുവിക്കപ്പെട്ടത് ആരൊക്കെ ഇടിവ് നിന്നിട്ടല്ലേ? ആമേ സ്തോത്രം. നിങ്ങൾ ഇങ്ങനെ ശുശ്രൂഷയിൽ ഇരിക്കുന്നത് ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുക. നിങ്ങളും ഇടിവിൽ നിൽക്കണം. കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, ആമേ രാജാക്കന്മാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ഇന്ന് പകലിലോ ചിലതിന്റെ മേൽ അങ്ങനെ ഒരു അഭിഷേകം എന്റെ മെസ്സേജ് മാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല ആർക്കൊക്കെയോ ദൈവം ഇടിവ് നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ തരുന്നു. നഷ്ടപ്പെട്ടു പോയ കൃപ ദൈവം നിനക്ക് മടക്കി തരാൻ വേണ്ടി പോകുകയാണ്. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയതാ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുക. പ്രാർത്ഥിച്ചോ. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയതാ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിലാ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയതാ ദൈവം നിന്നെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രാർത്ഥിച്ചോ. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയത് ദൈവം നിനക്ക് മടക്കി തരാൻ വേണ്ടി പോകണം. എനിക്കറിയത്തില്ല ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് ആ സഹോദരിയുടെ മേൽ വീഴുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. പ്രാർത്ഥിച്ചോ. എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയത് നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്കൊന്ന് മടക്കി വരുത്തണമേ കർത്താവേ. ദൈവം നിന്നെ മടക്കി വരുത്താൻ വേണ്ടി പോകുക. ദൈവം നിനക്ക് അതിനുള്ള കൃപ തരാൻ വേണ്ടി പോകുക. ദൈവം ആ അഭിഷേകത്തിലേക്ക് നിന്നെ നടത്താൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൂടെ ഒരു കൂട്ടം ആമേ സ്തോത്രം ആമേ കടന്നു വരുന്നത് പോലെ, ആലയത്തിലേക്ക് വരുന്നത് പോലെ അടുത്തൊരു സീസൺ നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ആ കരങ്ങളെയൊക്കെ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പനോട് പറയുക, അപ്പാ അവരെ രക്ഷിക്കണമേ. ആ ഇടിവ് നിൽക്കുന്നവർക്ക് വേണ്ടി, അപ്പനോട് സംസാരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? അപ്പനോട് സംസാരിക്കുന്ന എത്ര പേരുണ്ട് പ്രാർത്ഥനയിൽ? അപ്പാ ഇന്ന കാര്യങ്ങളുണ്ട്, വിടുവിക്കണമേ, സൗഖ്യമാക്കണമേ, ആമൻ ആ ബന്ധനമൊക്കെ അഴിച്ചു മാറ്റണം. അപ്പനോട് സംസാരിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ സംസാരിച്ചവർക്കായിട്ട് സ്തോത്രം. അപ്പനോട് സംസാരിക്കുന്നവർക്ക് അവൻ ചില ഗിഫ്റ്റുകൾ ഏൽപ്പിക്കാൻ വേണ്ടി പോകുക. അടുത്ത ദൂത് അതാകട്ടോ. അപ്പനോട് സംസാരിക്കുന്നവർക്ക് ഇതുവരെ ആർക്കുമില്ലാത്ത ചില ഗിഫ്റ്റുകൾ അപ്പൻ കൊടുക്കാൻ വേണ്ടി പോകുക. അടുത്ത വാക്യം വായിക്കുന്നു, 3-ാം വാക്യം. യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ടാണ് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പനോട് കാര്യങ്ങൾ പറയുന്ന മധ്യസ്ഥത നിൽക്കുന്ന മകനെ അപ്പൻ അധികം സ്നേഹിച്ചു. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ സൂമിനകത്തിരിക്കുന്ന പലരെയും അപ്പൻ അധികം സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ കുടുംബത്തെ കർത്താവ് സ്നേഹിക്കുന്നു, നിന്റെ തലമുറയെ കർത്താവ് സ്നേഹിക്കുന്നു. ആമേൻ. നിന്നോട് കർത്താവ് കരുണ കാണിക്കുന്നു, നിന്നോട് കർത്താവ് മനസ്സലിവ് കാണിക്കുന്നു. പലർക്കും ഇല്ലാത്ത ഫേവർ ആമേൻ നിന്റെ മേൽ കർത്താവ് പകരുകയാണ്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയത്തില്ല, ദൈവാത്മാ പറയുന്നു, അപ്പൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആർക്കുമില്ലാത്ത ഫേവർ നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് കാണിക്കാൻ വേണ്ടി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. ഒരു ഫേവർ യേശുവിന്റെ നാമത്തിൽ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഫേവർ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുന്നതാ. പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത ഫേവർ. ഇത്ര നാൾ പ്രാർത്ഥിച്ചതുപോലെയല്ല, ഇത്ര നാൾ ആരാധിച്ചതുപോലെയല്ല, ദൈവത്തിന് വേണ്ടി ഇത്ര നാൾ നിന്നതുപോലെ ആർക്കൊക്കെയോ വേണ്ടിട്ടാ ദൈവത്തിന്റെ ഫേവർ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഈ ഫേവർ വെളിപ്പെടുമ്പോൾ എന്താ പറ്റുന്നെന്ന് അറിയാമോ? നമുക്കറിയാം, ആമേ രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്നപ്പോൾ ആമേ സ്തോത്രം ദൈവം അവളോട് ഒരു ഫേവർ കാണിച്ചതിന്റെ അനന്തര ഫലം എന്താണെന്നറിയാമോ? ആമേ സ്തോത്രം ആമൻ ബോവസ് അവിടെയുള്ള പണിക്കാരോട് പറഞ്ഞു, കറ്റകളിൽ ചിലത് അവക്ക് വലിച്ചിട്ട് കൊടുത്തേക്കണം. ആമേ സ്തോത്രം ദൈവത്തിന്റെ ഫേവർ എന്ന് പറഞ്ഞാൽ ആമേ സ്തോത്രം കെട്ടിവെച്ചിരിക്കുന്ന കറ്റകൾക്കകത്തു നിന്ന് ആമേ സ്തോത്രം ആമൻ കൊയ്തെടുത്തവന്റെ ആഗ്രഹം
ആഗ്രഹം ഇതിനകത്തുനിന്ന് ഒന്നുപോലും താഴെ പോകരുത്, ഇതിനകത്തുനിന്ന് ഒന്നുപോലും പുറത്തു പോകരുത്, ആരും ഇതിനകത്തുനിന്ന് കവർന്നു കൊണ്ടുപോകരുത്. പക്ഷെ ദൈവത്തിന്റെ കൽപ്പന, ബോവസിന്റെ കൽപ്പന വന്നിരിക്കുകയാണ്, ഇതിനകത്തുനിന്ന് നീ വലിച്ചിട്ട് കൊടുത്തോണം. ഇതാണ് ദൈവത്തിന്റെ ഫേവർ. ആർക്കുമില്ലാത്ത നന്മ നിനക്ക് ദൈവം വലിച്ചിട്ട് തരും, ആർക്കുമില്ലാത്ത അനുഗ്രഹം നിനക്ക് ദൈവം വലിച്ചിട്ട് തരും. ഇത് ദൈവത്തിന്റെ ഫേവറാണ്. ഈ ഫെബ്രുവരി മാസത്തിൽ നിങ്ങളതൊക്കെ ഞാൻ പ്രവചിക്കുന്നു. ഈ ഫെബ്രുവരി മാസത്തിൽ ആർക്കുമില്ലാത്ത ഫേവർ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിച്ചിട്ട് തരാൻ വേണ്ടി പോവുകയാണ്, വലിച്ചിട്ട് തരാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ ജോലിക്കകത്ത് ദൈവത്തിന്റെ ഫേവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്ത് ദൈവത്തിന്റെ ഫേവർ, നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് ദൈവത്തിന്റെ ഫേവർ, ആത്മാക്കളുടെ വിടുതലിനകത്ത് ദൈവത്തിന്റെ ഫേവർ യേശുവിന്റെ നാമത്തിൽ ചിലത് വലിച്ചിട്ട് തരും. കരമൊക്കെ അടിച്ചൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഇന്ന് രാത്രി ചിലത് വലിച്ചിട്ട് തരും, വലിച്ചിട്ട് തരും. ഞാനിത് വിശ്വസിക്കുന്ന കർത്താവെ, ഈ ദൂത് വിശ്വസിക്കാൻ പറ്റുന്ന കരക്കളെ അടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത് വലിച്ചിട്ട് തരും, വലിച്ചിട്ട് തരും, വലിച്ചിട്ട് തരും, വലിച്ചിട്ട് തരും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാ പറയുന്നു, എത്ര കെട്ടി ഒതുക്കാൻ നോക്കിയാലോ, എത്ര മുറുക്കി കെട്ടി വെച്ചാലോ, സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ നിനക്ക് ചിലത് വലിച്ചിട്ട് തരും. ആമേ, സ്തോത്രം. ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല, ആർക്കും അതിനെ വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലൊരു ഫേവർ നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? ഒരാമേൻ പറഞ്ഞോ. നിമ്മി ആമേൻ പറഞ്ഞോ. നിമ്മി ജോസ് ആമേൻ പറഞ്ഞോ. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ചില ഫേവറുകൾ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോകുക. ഈ വരുന്ന ചില മാസങ്ങളിൽ ദൈവം നിനക്ക് ചിലത് വലിച്ചിട്ട് തരും. കെട്ടിവെച്ചിരിക്കുന്ന ചിലതുണ്ട്, അതൊക്കെ പൊട്ടി മാറുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ബോവസിന്റെ വയലിൽ കയറിയതുപോലെ ദൈവം നിന്നെ ചില സ്ഥാനത്താക്കും. അവിടെ നിനക്ക് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന് പറഞ്ഞു നിൽക്കുന്ന മറിയെ പോലെ നീ ചില വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെടുക. എന്നാൽ കർത്താവ് പറഞ്ഞു, ദൂതൻ നിനക്ക് വേണ്ടി ഇറങ്ങും. കല്ലുകളെ കർത്താവ് ഉരുട്ടി മാറ്റും. ഒരു ഫേവർ ഉണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഒരു ഫേവർ ഉണ്ട് കേട്ടോ. ആമേൻ. ഇതിനകത്തിരിക്കുന്ന പലർക്കും ദൈവത്തിന്റെ ഫേവർ ഉണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ഫേവർ, വലിച്ചിട്ട് തരുന്ന ഫേവർ. ആമേ, സ്തോത്രം. ആമേൻ. അവിടെ നിൽക്കുന്ന ആമേ, സ്തോത്രം. കൊയ്ത്തുകാര് പറയാണ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ മേലാള അധികാരസ്ഥൻ പറയുകയാണ്, വലിച്ചിട്ട് കൊടുത്തോണം. നീ കൊയ്തതായിരിക്കും, നീ കെട്ടിവെച്ചതായിരിക്കും, നീ അധ്വാനിച്ചതായിരിക്കും, പക്ഷെ അവർക്ക് വലിച്ചിട്ട് കൊടുത്തോണം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേ, നീ അധ്വാനിക്കാത്ത നന്മ ദൈവം നിന്റെ കരത്തിൽ തരാൻ വേണ്ടി പോകുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്തോ. നീ അധ്വാനിച്ചിട്ടില്ലാത്തതാ ആമേ ദൈവം നിന്റെ കരത്തിൽ തരാൻ വേണ്ടി പോകുക. അതാ ദൈവത്തിന്റെ ഫേവർ. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാനായിട്ടാ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാ. യേശു പറഞ്ഞു, നിങ്ങൾ വിതയ്ക്കാത്തതാ, നിങ്ങൾ ആമേ വെള്ളമൊഴിക്കാത്തതാ, ആമേൻ, അത് കൊയ്യുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പോകുക. ഇത് ദൈവത്തിന്റെ ഫേവർ ആകട്ടെ. ആർക്കുമില്ലാത്തൊരു ഫേവർ, ആർക്കുമില്ലാത്തൊരു ഫേവർ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരികയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ നാമത്തിൽ പലരുടെയും കുടുംബത്തിനകത്ത് ആ ഫേവർ വ്യാപരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പലരുടെയും ഭവനത്തിനകത്ത് അങ്ങനെ ചില ഫേവർ വ്യാപരിക്കും, അങ്ങനെ ചില ഫേവർ വ്യാപരിക്കും. നിന്റെ ജോലി സ്ഥലത്ത് അങ്ങനെ ചില ഫേവർ വ്യാപരിക്കാൻ വേണ്ടി പോകുക. നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത് അങ്ങനെ ചിലത് വ്യാപരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് പകൽ വിശ്വസിച്ചോ, കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കരമുയർത്തി ശക്തിയോടെ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളെയും വെച്ച് അവൻ അധികം സ്നേഹിച്ചു. ഒരു നിലയെങ്കിൽ അവൻ ഉണ്ടാക്കിച്ചു കൊടുത്തു. ഇന്ന് രാത്രി കാലം ഞാൻ വിളിച്ചു പറയാം, അപ്പൻ സ്നേഹിക്കുന്നവർക്ക് ചില ഗിഫ്റ്റുകൾ തരാൻ വേണ്ടി പോവുകയാണ്. ഗിഫ്റ്റുകൾ, ആർക്കുമില്ലാത്ത ചില ഗിഫ്റ്റുകൾ നിന്റെ കുടുംബത്തിനകത്ത് വരാൻ വേണ്ടി പോകുന്നു. ആർക്കുമില്ലാത്ത ചില ഗിഫ്റ്റുകൾ കർത്താവ് നിനക്ക് തരാൻ വേണ്ടി പോകുന്നു. പ്രത്യേകമായിട്ട് ശുശ്രൂഷകൾക്കകത്ത് ചില ഗിഫ്റ്റുകൾ വരുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ചിലർക്ക് പ്രവചനത്തിന്റെ ഗിഫ്റ്റുകള്, വെളിപ്പാടിന്റെ ഗിഫ്റ്റുകള്, അന്യഭാഷകളുടെ വ്യാഖ്യാനത്തിന്റെ ഗിഫ്റ്റുകള്, വീര്യപ്രവർത്തികളുടെ ഗിഫ്റ്റുകള്, രോഗശാന്തിയുടെ ഗിഫ്റ്റുകള് പ്രാപിക്കാൻ പറ്റുന്ന പ്രാപിച്ചോ. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതിന് പിടിച്ചോണം കേട്ടോ. നിങ്ങൾക്ക് എന്താ ആഗ്രഹം? കർത്താവ് എനിക്കത് തന്നേ മതിയാകത്തുള്ളൂ. ഞാനത് റിസീവ് ചെയ്യുന്നു. ഇന്ന് റിസീവ് ചെയ്തോ. ചില ഗിഫ്റ്റുകൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുക. ചില ഗിഫ്റ്റുകൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോകുക. ആമേ, സ്തോത്രം. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ, ശക്തമായിട്ട്
പ്രാർത്ഥിച്ചോ, മെറിനാൻഡി പ്രാർത്ഥിച്ചോ. ചില ഗിഫ്റ്റുകൾ ദൈവം നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആർക്കുമില്ലാത്ത ചില ഗിഫ്റ്റുകള് യേശുവിന്റെ നാമത്തില് ദൈവം നിനക്ക് വേണ്ടി തരാൻ വേണ്ടി പോകുന്നു. ഇതിനകത്ത് ശുശ്രൂഷകൾക്കകത്ത് ഭയങ്കരമായ മാറ്റങ്ങൾ. ആമേ സ്തോത്രം. പരിശുദ്ധാത്മാവ് കൽപ്പിക്കുക. ഫേബാൻഡി, ശുശ്രൂഷകൾക്കകത്ത് ഭയങ്കര മാറ്റങ്ങൾ കർത്താവ് കൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നെ ദൈവാത്മാ കാണിക്കുന്ന ആന്റിയുടെ നാവിനെ ഒരു ആമേ സ്തോത്രം കൊടിലുകൊണ്ട് തൊടുന്നത് പോലെ ആമേ പരിശുദ്ധാത്മാവനെ കാണിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലായിട്ട് മാറും. ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ആമേ നിന്റെ മേൽ ഞാൻ പകരും. ഉടാതരാമനാരകളുടെ കുടുംബത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ആമേ സ്തോത്രം. യാക്കോബിന്റെ ആടുകൾ വർദ്ധിച്ചതുപോലെ ആമേ സഭയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവനെ കാണിക്കുകയാണ്. ഒരു വർധനവിന്റെ അഭിഷേകം ഈ ദിവസങ്ങളിൽ നിന്റെ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കും. അതര പ്രൗഢമനഘടക ചില ഗിഫ്റ്റുകൾ ഏൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവനെ കാണിക്കുകയാണ്. ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷകളിലേക്ക് ദൈവം നിന്നെ ഇറക്കും. ഒത്തിരി സഹോദരിമാർക്ക് നീ ഒരു ആശ്വാസവും തണലുമായിരിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. ഉടപ്രാട ഘടക സംധരെ ഏലിയാവിന്റെ പുറകെ നടന്ന് എലീശയുടെ മേൽ ഒരു പുതപ്പ് വീണതുപോലെ എനിക്കറിയത്തില്ല. ആന്റിയുടെ പ്രാർത്ഥന മുറിയിൽ ഈ ദിവസങ്ങളിൽ ഒരു പുതപ്പ് വീഴുന്നത് പരിശുദ്ധാത്മാവനെ കാണിക്കുക. ഒരു പുതപ്പ് വീഴും. ഇന്ന് വരെ ചെയ്യാത്ത ഒരു ഇരട്ടി ശുശ്രൂഷയുടെ ഒരു പുതപ്പായിരിക്കും. അതാ ഇന്ന് വരെ ഓടാത്ത മേഖലകളിൽ ദൈവം നിന്നെ ഓടിക്കും. അതര ചാനഘടക സന്തൽ കൗടമന രാജാക്കന്മാരോട് പ്രവചിക്കുവാൻ, അധികാരസ്ഥന്മാരോട് പ്രവചിക്കുവാൻ ദൈവം നിന്റെ നാവിനെ അഭിഷേകം ചെയ്യുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുക. ഈ വർഷം നീ ചിലത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മാസങ്ങളിൽ നീ ചിലത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അത് നിന്റെ കാര്യത്തിൽ തരാൻ വേണ്ടി പോകുക. ഊടാധാരാമനഘടക ദുരബലവ ശംതൽ കൗടവ ഗിഫ്റ്റ് ഏൽപ്പിക്കും കേട്ടോ. ഗിഫ്റ്റ് ഏൽപ്പിക്കും. ആന്റി പ്രാർത്ഥിച്ചോ. ഗിഫ്റ്റ് ഏൽപ്പിക്കും. ഇതിനകത്ത് വലിയൊരു വളർച്ച ഉണ്ടാകും. പല രാജ്യങ്ങളുള്ളതിനെ നീ കൂട്ടിച്ചേർക്കും. രാജ്യങ്ങൾക്ക് വിടുതലും ആശ്വാസവുമായിട്ട് ദൈവം നിന്നെ ആക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അടുത്ത മാർച്ച് മാസത്തിൽ ഒരു വലിയ നന്മ വരുന്നത് പരിശുദ്ധാത്മാവനെ കാണിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ഒരു വലിയ നന്മ കാണുന്നു. ഒരു വലിയ സന്തോഷത്തിന്റെ വാർത്ത അതര ചാനഘടക പരിശുദ്ധാത്മാവനെ കാണിക്കുക. ഈ ദിവസങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. സഭയ്ക്കകത്തേക്ക് യൗവനക്കാരുടെ വലിയ കൂട്ടങ്ങൾ വന്ന് കയറുന്നത് പരിശുദ്ധാത്മാവനെ കാണിക്കുകയാണ്. ഈ ദിവസങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. എനിക്ക് ആന്റി അറിയത്തില്ല, എന്നാൽ ദൈവാത്മാവനോട് പറയുന്നു അതുപോലെ ചില വിടുതലുകള് നിന്റെ ശുശ്രൂഷകൾക്കകത്ത് ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുക. അപ്പനവന് ഗിഫ്റ്റ് കൊടുക്കുക. ഇതിനകത്ത് ദൈവം സ്നേഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരും കേട്ടോ. ഗിഫ്റ്റ് തരും. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് പറയണം, കർത്താവേ ഈ രാജ്യത്ത് എന്നെ കൊണ്ട് എന്താ ചെയ്യിക്കാൻ പോകുന്നത്, അതിനുള്ള ഗിഫ്റ്റ് എനിക്ക് തരണമേ. ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ എന്നെ ആവശ്യം, ആ ഗിഫ്റ്റ് എനിക്ക് തരണമേ. ഇന്നലെ ഞങ്ങൾ രാവിലെ മുതൽ ഞാനും പാസ്റ്ററും ആമേ സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ തൊട്ട് ഒരു 5 മണിയോടടുത്ത് ഞങ്ങൾ ദൈവസന്ധി ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന വിഷയമേ, കർത്താവേ ജനം വിടുവിക്കപ്പെടുവാനുള്ളത് എന്നാണ്, ആ ഗിഫ്റ്റ് എനിക്ക് തരണമേ. അതിന്റെ ആവശ്യമാണ്. ജനത്തെ വിടുവിക്കുവാൻ എന്താണോ വേണ്ടത് അതെന്നെ ഏൽപ്പിക്കണമേ കർത്താവേ. ഇന്ന് ഇതിനകത്ത് എത്ര പേർ പ്രാർത്ഥിക്കും? ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് കേട്ടോ. അതാ ദൂത് പരിശുദ്ധാത്മാ പറഞ്ഞത്. ചുമ്മാതൊന്നും പരിശുദ്ധാത്മാ പറയട്ടെ. ഇതിനകത്ത് ആത്മദാഹത്തോടെ ഇരിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ ദൈവം നിറക്കും കേട്ടോ. നിങ്ങളെ ദൈവം നിറക്കും. ജയാരവി പ്രാർത്ഥിച്ചോ. കർത്താവ് നിറക്കും. അവസ്ഥകളെയൊക്കെ മാറ്റും. അടുത്ത ലെവലുകളിലേക്ക് കയറും. സ്റ്റെപ്പ് കയറുന്നത് പോലെ നിന്റെ മേലെ അസാധാരണമായ ഒരു വളർച്ച പരിശുദ്ധാത്മാവനെ കാണിക്കുക. സ്റ്റെപ്പ് കയറുന്നത് പോലെ ഒരു കയറ്റം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച ചില എൻകൗണ്ടറുകൾ ഉണ്ടാകും. പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ടാകും. നിന്റെ സ്ഥിതിയെ ദൈവം എടുത്തു മാറ്റുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു. വിജി അലക്സാണ്ടർ പ്രാർത്ഥിച്ചോ. അടുത്ത ചില ശുശ്രൂഷകളിലേക്ക് ദൈവം നിന്നെ കയറ്റും. ചൂടാഖാമാനകട ഈ ദിവസം നീ വലിയ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. ഇപ്പോഴും നീ ആഗ്രഹത്തോടെ നിൽക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അടുത്ത ചിലതിലേക്ക് ദൈവം നിന്നെ കയറ്റും. ആമേ സ്തോത്രം. വടി പൂത്തു തളിർത്തു ബദാം ഫലം കായ്ച്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ട് ചില അത്ഭുതം നടന്നതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളുടെ സീസണുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുക. പലരും നിന്നെ നിന്ദിച്ച സ്ഥാനത്ത്, എന്താകുമെന്ന് ചോദിച്ച സ്ഥാനത്ത് നന്മയ്ക്കായിട്ട് ചില അടയാളങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. ദൈവം നിനക്ക് ചില അടയാളങ്ങൾ തരും. പൂക്കും തളിർക്കും ഫലം കായ്ക്കും. ആമേ സ്തോത്രം. പലരും വർഷങ്ങൾ കൊണ്ട് അവൻ എത്താത്തെടുത്ത് നീ ചില ദിവസങ്ങൾ
ഫേവറുകൾ കൊണ്ടെത്തുന്നത് പോലെ ചില ഫേവറുകൾ നിന്റെ മേൽ വ്യാപരിക്കുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധന്മാർ ഇടപെടുകയാണ്. ശക്തമായിട്ട് കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇതിനകത്ത് പൊതുവായിട്ട് ദൂത് പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്തോണം. പിന്നെ വ്യക്തിപരമായിട്ട് പരിശുദ്ധാത്മാവ് തരുന്ന ദൂതുകളാണ് ഞാൻ പറയുന്നത്. പക്ഷേ പൊതുവായിട്ട് പറയുന്ന ദൂതുകൾ എല്ലാവർക്കും ഉള്ള ദൂതുകളാ. ഗിഫ്റ്റുകൾ ഏൽപ്പിക്കാൻ വേണ്ടി പോകുക. പരിശുദ്ധാത്മാവ് ഇവിടെ നിർത്തി എന്നോട് പറഞ്ഞു ഗിഫ്റ്റുകൾ ഏൽപ്പിക്കാൻ വേണ്ടി പോകുക. പക്ഷേ ഈ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അധികം സ്നേഹിക്കുന്നു എന്ന് കണ്ട് സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. അവനോട് സമാധാനമായിട്ട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഓർത്തോ ചില അസൂയകൾ എഴുന്നേൽക്കും, ചില അസൂയകൾ പൊങ്ങും. നിന്നെ ദൈവം ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ, നിന്റെ ജോലിക്കകത്ത് ദൈവം നിന്നെ വിടുവിക്കുന്നത് കാണുമ്പോൾ, നിന്റെ സഭ വളരുന്നത് കാണുമ്പോൾ ചിലർ അസൂയമായിട്ട് എഴുന്നേൽക്കും. പക്ഷേ എന്റെ ദൈവം അവിടം കൊണ്ടും നിർത്തത്തില്ല. അസൂയപ്പെടുന്നവരുടെ മധ്യത്തിൽ അസൂയ കണ്ടിട്ട് അവൻ നിർത്തിപ്പോകുന്ന ദൈവമല്ല. വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ പറയുമോ അവൻ അസൂയ തോന്നിയത് കൊണ്ട് ദൈവം നിർത്തിയില്ല. അങ്ങനെ ദൈവം നിർത്തത്തില്ല. അസൂയ തോന്നുമ്പോൾ ഓർത്തോ അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോകുക. ഇതിനകത്ത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ചിലർ അസൂയ തോന്നുമ്പോൾ ഓർത്തോ ദൈവം അടുത്ത ലെവലുകളിലേക്ക് നിന്നെ കയറ്റാൻ വേണ്ടി പോകുക. അടുത്ത ശുശ്രൂഷകളിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തില് ചിലത് കയറാൻ വേണ്ടി പോകുക. അസൂയ പൂണ്ടിട്ട നിനക്കെതിരെ സംസാരിക്കുന്ന ചിലതുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ വേണ്ടി പോകുക. ദൈവം യോസഫിന് അടുത്ത ഗിഫ്റ്റ് കൊടുത്തു. അടുത്ത ഗിഫ്റ്റ് എന്താ? സ്വപ്നം കൊടുത്തു. സ്വപ്നം കൊടുത്തു. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ദൂത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഒരു സമയത്ത് സ്വപ്നം കണ്ടവർ ഇതിനകത്തുണ്ട്, സ്വപ്നം കണ്ടവർ ഇതിനകത്തുണ്ട്. പക്ഷെ ഇന്ന് ആ കൃപ നഷ്ടപ്പെട്ടു പോയ ചിലതിന് ദൈവം മടക്കി കൊടുക്കാൻ വേണ്ടി പോകുക. എനിക്കറിയത്തില്ല ഇതിനകത്ത് ആരൊക്കെയോ ഇരിക്കുന്നുണ്ട്. കർത്താവേ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു തരണമേ. ഇന്ന് ദൈവം നിന്നോട് സംസാരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ഗിഫ്റ്റ് ദൈവം നിനക്ക് തിരിച്ചു തരാൻ വേണ്ടി പോകുക. അസൂയ വരുമ്പോൾ ഓർത്തോ അടുത്തത് ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോകുക. അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോകുക. അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോകുക. ആരൊക്കെ അസൂയപ്പെട്ടാലോ ആമേ സ്തോത്രം, അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ വേണ്ടി പോകുക. ദൈവം അവന് സ്വപ്നം കൊടുത്തു. ആമേ സ്തോത്രം. സ്വപ്നം കണ്ടപ്പോൾ സഹോദരന്മാർ പിന്നെയും അധികം പകച്ചു, പിന്നെയും അധികം പകച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതോറും അസൂയക്കാർ വർദ്ധിക്കും. വർദ്ധിച്ചോട്ടെ. ആമേ സ്തോത്രം. അതുകൊണ്ടല്ല വചനം പറഞ്ഞത് ശത്രുക്കളുടെ മുൻപിലും മേശ ഒരുക്കുന്ന ദൈവമുണ്ട്. ശത്രുക്കൾ വേണം. നിനക്ക് ദൈവം മേശ ഒരുക്കുമ്പോൾ അത് കാണാൻ ശത്രുക്കൾ വേണം. ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചോണം, കർത്താവേ ശത്രുവിനെ ആരോഗ്യത്തോടെ നിർത്തണം. എന്തിനാണെന്നറിയാമോ? നിന്റെ നന്മ കാണാൻ അവൻ വേണം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി പോകുക. നിന്നെ നന്മ കാണിക്കത്തില്ലെന്ന് പറഞ്ഞ ശത്രുവിന്റെ മധ്യത്തില് ദൈവാത്മാവിനോട് പറയുന്നു നീ ആ നന്മയിലേക്ക് കയറുന്നത് ശത്രു കണ്ട് ആമേ സ്തോത്രം ഭയപ്പെടുന്ന രീതിയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുകയാണ്. എത്ര പേർ ചേർന്ന് നല്ലൊരു ആമേൻ പറയും? ഹല്ലേലൂയ. ദൈവം അവന് സ്വപ്നം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആമേ സ്തോത്രം. യോസഫ് പറഞ്ഞു ആമേ ഞാൻ കണ്ട സ്വപ്നം കേട്ടോ, നാം വയലിൽ കട്ട കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ 7-ാം വാക്യം, അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ഇന്ന് കേട്ടോണം. ആമേ സ്തോത്രം. വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. ആമേ സ്തോത്രം. ഈ വയലിൽ കറ്റ കെട്ടുമ്പോൾ ഓർത്തോണം, ഈ കറ്റ കെട്ടുമ്പോൾ ശക്തമായിട്ടേ കെട്ടത്തുള്ളൂ. ഇതിനകത്ത് ഒന്നുപോലും താഴെ പോകരുതെന്ന് പറഞ്ഞ് മുറുക്കി കെട്ടുകയാ. എന്നാൽ യോസഫ് പറയുക സമയമായപ്പോൾ കെട്ടിവെച്ചിരിക്കുന്ന എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. സമയമാകുമ്പോൾ, ഒരു വിടുതലിന്റെ സമയമാകുമ്പോൾ, ഒരു ദൈവപ്രവൃത്തിയുടെ സമയമാകുമ്പോൾ നീ അറിയാതെ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കൂ. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എത്ര കെട്ടിവെച്ചതാണെങ്കിലോ, എത്ര മൂടി വെച്ചതാണെങ്കിലോ, എത്ര പൈശാചിക ശക്തികൾ ചേർന്ന നിന്നെ ബന്ധിച്ചു വെച്ചതാണെങ്കിലോ സമയമാകുമ്പോൾ അശുശ്രൂഷയിലേക്ക് നീ കയറിയിരിക്കും. ഇന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. എത്ര കെട്ടുണ്ടെങ്കിലും ലാസറെ, എത്ര കെട്ട് നിനക്കുണ്ടെങ്കിലോ യേശുവിന്റെ ഒറ്റ വിളി മതി. ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞാൽ കെട്ടും പൊട്ടിച്ച അല്ലെങ്കിൽ കെട്ടോടുകൂടെ പുറത്തു വന്നിരിക്കോ. എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും വന്നിരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നോ. യോസഫ് പറയുകയാണ് ആമേ സ്തോത്രം, ഈ കറ്റയ്ക്ക് ഇപ്പോൾ ഭൂമിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഭൂമിയിലുള്ള ബന്ധമെല്ലാം വിച്ഛേദിച്ചിട്ട് ആമേ ഈ കറ്റയുടെ ബന്ധം ഇപ്പോൾ സ്വർഗവുമായിട്ടാണ്. ഇപ്പോൾ സ്വർഗവുമായിട്ടാണ്. ഭൂമിയുമായിട്ടുള്ള കണക്ഷനുകൾ എല്ലാം വിച്ഛേദിച്ചിട്ട് സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്നവർക്കായിട്ട് സ്തോത്രം. ആമേ സ്തോത്രം. യോസഫ് പറയുകയാണ് എന്റെ കണക്ഷൻ ഇപ്പോൾ സ്വർഗവുമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റേ മതിയാകത്തുള്ളൂ. എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചേ മതിയാകത്തുള്ളൂ. സ്വർഗവുമായിട്ട് കണക്ട് ചെയ്യുന്നവരെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ വരികയാണ്.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചില കണക്ഷനുകൾ മാറാൻ വേണ്ടി പോകുക. ജോസഫ് പറയുകയാണ്, ഈ സ്വപ്നം കണ്ടത് നിമിത്തം അവന്റെ സഹോദരന്മാർ അവനെ പകച്ചു. അപ്പൻ ചോദിച്ചു, എന്റെ അമ്മയും അപ്പനും നിന്നെ നമസ്കരിക്കുമോ? അവന്റെ ഭൂമിയിലുള്ള ബന്ധങ്ങൾ എല്ലാം വിച്ഛേദിക്കപ്പെടുകയാണ്. ഭൂമിയിലുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെടുന്നു. അപ്പോൾ യോസഫ് പറയുന്നത്, എന്റെ കറ്റ എഴുന്നേൽക്കോ, എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്നോട് പറഞ്ഞ ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, സമയമാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യൂ. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അതുകൊണ്ട് സമയമാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കുക തന്നെ ചെയ്യോ. എനിക്ക് ബന്ധം സ്വർഗവുമായിട്ടാണ്. എന്നെ സ്വർഗവുമായിട്ട് ദൈവം കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എന്റെ സീസൺ വരികയാണ്. എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതിനകത്ത് ഇതൂത് പറയുമ്പോൾ വെട്ടിത്താഴെയിട്ട ചില കുടുംബങ്ങൾ എഴുന്നേറ്റ് വരാൻ വേണ്ടി പോകുക. ഓ ഘടക ദുരബല ബലബല, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ താഴ്ത്തിക്കെട്ടിയവരുടെ മധ്യത്തിൽ പരിശുദ്ധന്മാർ പറഞ്ഞു, നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് നിവർത്തി നിർത്തും. സഹോദരന്മാർ കാണുക, ഒത്തിരി പേര് കുടുംബത്തിനകത്ത് നിന്ദകളും വെല്ലുവിളികളും അനുഭവിച്ച ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. പരിശുദ്ധന്മാർ പറഞ്ഞു, അവർ കാണുക, ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും. നിന്റെ സീസൺ വരാൻ പോകുക. ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും. യോസഫ് പറഞ്ഞു, എന്റെ കറ്റ എഴുന്നേറ്റു, മറ്റുള്ളവരുടെ കറ്റകൾ എന്റെ കറ്റയെ നമസ്കരിച്ചു. ഈ സ്വപ്നം പറഞ്ഞ സഹോദരന്മാർ ചോദിച്ചു, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? കണ്ട സ്വപ്നം എന്താ? ഒരു കറ്റയുടെ സ്വപ്നമാണ്. പക്ഷെ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്തോ? നീ രാജാവാകുന്നു. കറ്റ എവിടെ കിടക്കുന്നു? രാജാവ് എവിടെ കിടക്കുന്നു? മനസ്സിലായവർക്കായിട്ട് സ്തോത്രം. നീ ഒരു സ്വപ്നം പറയുമ്പോഴേ ശത്രുവിനറിയാം ഇത് എവിടെ ചെന്ന് എത്തുമെന്ന്. അതുകൊണ്ടാണ് നിന്നെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് നിനക്ക് തടസ്സം കൊണ്ടുവരാൻ നോക്കുന്നത്. കാലെ പിടിച്ചൊക്കെ ഇടയ്ക്ക് വലിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നീ അടുത്ത സ്ഥാനത്തേക്ക് എത്തുമെന്ന് ശത്രുവിന് നന്നായിട്ട് അറിയാം. ഇടയ്ക്ക് പാര പണിയുന്നുണ്ടെങ്കിൽ ഓർത്തോ, ശത്രുവിന് അറിയാം നീ എവിടെ എത്തുമെന്ന്. കറ്റ എവിടെ കിടക്കുന്നു? രാജാവ് എവിടെ കിടക്കുന്നു? രണ്ടിനും ഒരു ബന്ധവും ഇല്ല. അപ്പൊ സഹോദരന്മാർക്ക് ആ വെളിപ്പാട് കിട്ടി, ഇവൻ രാജാവാകും. ഇന്ന് പലതിനെയും കുഴിയിലിടാൻ നോക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നീ രാജാവാകും. നീ ചില സ്ഥാനങ്ങളിൽ എത്തും. നിനക്ക് ചില അധികാരങ്ങൾ ദൈവം തരും. നീ ചില പദവികളിലേക്ക് കയറും. നിന്റെ കുടുംബം എന്നും ഇങ്ങനെ കിടക്കത്തില്ല. നിന്റെ കുടുംബം കേറി വരുമെന്ന് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ നിന്നെ കുഴിയിലേക്ക് ഇറക്കാൻ നോക്കുന്നത്. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിനക്ക് തന്ന സ്വപ്നത്തിലേക്ക് നീ എത്തുക തന്നെ ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് നീ എത്തുക തന്നെ ചെയ്യും. അതിനെതിരെ എന്തൊക്കെ ദുഷ്ടശക്തികൾ വന്നാലും, എത്ര വെല്ലുവിളികൾ വന്നാലും, ദൈവം നിന്നെ കാണിച്ച സ്വപ്നത്തിലേക്ക് അവൻ നിന്നെ എത്തിക്കുക തന്നെ ചെയ്യൂ. എത്ര പേർ വിശ്വസിച്ച നല്ലൊരു ആമേൻ. സഹോദരന്മാരെ, നീ ഞങ്ങളെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ? സ്തോത്രം. ഇന്ന് ഞാൻ പറയാം, വിശ്വാസത്താൽ ശത്രു പറയുന്നതെല്ലാം സംഭവിക്കാൻ പോവുക. ശത്രു ചുമ്മാ പറയാ രാജാവാകുമോ? ദൈവം രാജാവാക്കി. വാഴുമോ? അതും ദൈവം ചെയ്തു. വാഴാനുള്ള അധികാരം ദൈവം കൊടുത്തു. ഇന്ന് നിനക്കെതിരെ വന്ന ചോദ്യങ്ങൾ ഉണ്ടല്ലോ, അത് കർത്താവ് ചെയ്യാൻ പോകുക. ആമേൻ പറയുന്നോട് ആമേൻ പറഞ്ഞു. ഓ, നിന്റെ കുടുംബം അങ്ങോ കേറി പോകുമോ? കേറിപ്പോകും. ആമേൻ കർത്താവെ, അങ്ങനെ തന്നെയാ. നീ അങ്ങോട്ട് ഭയങ്കര ശുശ്രൂഷയിലാകുമോ? അങ്ങനെ തന്നെ. ആമേൻ, അങ്ങനെ തന്നെ. നിന്റെ സഭ ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ തന്നെ അനുഗ്രഹിക്കപ്പെടും. കാരണം ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന സ്വപ്നത്തിലേക്ക് ഞാൻ കയറിക്കൊണ്ടിരിക്കുക. ഇവന്മാര് വിചാരിച്ച് കുഴിയിലോട്ട് ഇടിച്ചിടാന്ന്. ഇവന്മാര് താത്താൻ നോക്കുമ്പോൾ ദൈവം യോസഫിനെ ഉയർത്താനുള്ള സ്റ്റെപ്പുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പലരും നിന്നെ കുഴിക്കകത്തിട്ട് മൂടാൻ നോക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ചില സ്വപ്നങ്ങൾ, ദൈവം ചില സ്റ്റെപ്പുകൾ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്തോത്രം. യാക്കോബിന് ദർശനം കണ്ടതുപോലെ, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തതുപോലെ ദൈവം നിന്നെ മാനിക്കുവാനുള്ള സ്റ്റെപ്പുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ദൈവം നിന്നെ മാനിക്കാനുള്ള സ്റ്റെപ്പുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീ വിശ്വസിച്ചോ? ദൈവം നിന്നെ മാനിക്കുവാനുള്ള സ്റ്റെപ്പുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. റീത്ത ഫിലിപ്പ് കുവൈറ്റ് പ്രാർത്ഥിച്ചോ? പരിശുദ്ധന്മാരോട് ദൈവം നിന്നെ മാനിക്കാനുള്ള സ്റ്റെപ്പുകൾ പണിതുകൊണ്ടിരിക്കുക. ഒത്തിരി നിന്നെ താഴ്ത്താൻ നോക്കിയതാ, ഒത്തിരി നിന്നെ തകർക്കാൻ നോക്കിയതാ. എന്നാൽ ദൈവാത്മാ പറയുന്നു, നിനക്ക് വേണ്ടി ചില വാതിലുകൾ കർത്താവ് തുറക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാണ്. സ്റ്റെപ്പായിട്ട് ചില ഉയർച്ചകളിലേക്ക് നീ കയറി വരും.
നിന്നെ കുഴിയിലിടാൻ നോക്കിയവരുടെ മധ്യത്തിൽ ഒരു ഭയങ്കരമായ കയറ്റം കർത്താവ് നിനക്ക് തരുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഉടക്കമനകളുടെ മരുഭൂമിയിൽ നിൽക്കുന്ന ആമേൻ സ്തോത്രം, ഒരു ചെടി പോലെ ദൈവം നിന്നെ നിർത്താൻ വേണ്ടി പോയി. അത് വാടിപ്പോകത്തില്ല. അതിന്റെ മധ്യത്തിലും ദൈവം നിന്നെ നിർത്തും. ഏത് പ്രതിസന്ധികൾക്കകത്തും ദൈവം നിന്നെ നിർത്തുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. വരുന്ന ചില മാസങ്ങളിൽ ചില വലിയ വിടുതലുകൾ നിന്റെ കുടുംബത്തിന് വേണ്ടി സംഭവിക്കും. അതര പ്രൗഢമനഘടക ചില സീസണുകൾ ചേഞ്ച് ആകുന്നത് പോലെ ദൈവം ചിലത് നിന്റെ കുടുംബത്തിനകത്ത് ചെയ്യുമെന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയാണ്. ശക്തമായിട്ട് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു സ്വപ്നം കണ്ടു, അസൂയ കൊണ്ടപ്പോൾ ദൈവം അടുത്ത സ്വപ്നം കൊടുക്കുക. അത് അതിലും വലുതാണ്. ആദ്യത്തെ സ്വപ്നത്തിനകത്ത് സഹോദരന്മാർ മാത്രമേ ഉള്ളായിരുന്നു. രണ്ടാമത്തെ സ്വപ്നത്തിനകത്ത് അപ്പനും അമ്മയും കൂടെ നമസ്കരിക്കുമോ. അപ്പൊ ദൈവം അടുത്തടുത്ത പടിയിലേക്ക് ദൈവം നിങ്ങളെ കയറ്റാൻ പോയാ കേട്ടോ. ആമേ സ്തോത്രം. നിങ്ങൾ ബാലപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ട. ആമേ സ്തോത്രം. അസൂയ ഉണ്ടെന്ന് ഓർത്ത് നിങ്ങളെ കുറ്റം പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതേ. അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കയറാൻ പോയാ. നിന്റെ ശുശ്രൂഷ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുക. നിന്റെ കുടുംബം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുക. നിന്റെ തലമുറയെ കുറിച്ച് പറഞ്ഞാൽ നീ വിഷമിക്കേണ്ട. അടുത്ത സ്റ്റെപ്പിലേക്ക് നീ കയറാൻ പോകുക. കർത്താവ് അടുത്ത സ്വപ്നം കൊടുക്കുകയാണ്. എന്റെ ദൈവം എത്ര വിശ്വസ്തനാ. നിനക്കെതിരെ കുറ്റം പറയുമ്പോൾ നീ സ്തോത്രം പറഞ്ഞോ. അടുത്ത സ്വപ്നത്തിലേക്ക്, അടുത്ത ദർശനത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ആമേ സ്തോത്രം. ആ സ്വപ്നങ്ങൾ പോലെ തന്നെ ദൈവം അവനെ മാനിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ സഹോദരന്മാര് പറയുന്നത്, ഇതാ സ്വപ്നക്കാരൻ വരുന്നു, അവനെ പിടിച്ച് കുഴിയിലിട്ടുള്ള സ്വപ്നമൊക്കെ അങ്ങ് തീർന്നു പോകും. ഒരു ദുഷ്ടമൃഗം തിന്നെന്ന് നമുക്ക് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകും? ഇപ്പൊ അവരുടെ ചോദ്യമാണ്, സ്വപ്നങ്ങൾ എന്താകും? ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, എന്താകുമെന്ന് ചോദിച്ചവരുടെ മധ്യത്തിൽ അതെന്താണെന്ന് ദൈവം കാണിച്ചു കൊടുക്കും. നിന്റെ ദൈവം എവിടെയെന്ന് പലരും ചോദിച്ചില്ലേ? അതിന്റെ മധ്യത്തിൽ ദൈവം എവിടെയെന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് ദൈവം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നു? ഈ ഫെബ്രുവരി മാസത്തില് ഈ സൂമിനകത്ത് ദൈവം എന്നോട് നിങ്ങൾക്ക് തരാൻ ഏൽപ്പിച്ച ദൂത് ഇതാണ്. ചോദിക്കുന്നവരുടെ മധ്യത്തിൽ അതെന്താകുമെന്ന് ദൈവം കാണിക്കാൻ പോകുകയാണ്. നീ എന്തായി തീരുമെന്നും നിന്റെ തലമുറ എന്തായി തീരുമെന്നും ദൈവം അത് വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? പെട്ടെന്ന് ഞാൻ ആ ദൂതിലേക്ക് കയറി അവൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇവരെന്തെന്നറിയാമോ? ഈ യോസഫ്, ആമേ സ്തോത്രം, ഈ സഹോദരന്മാരുടെ ക്ഷേമം, ഈ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞ് ക്ഷേമം അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഇവര് ഒരു ഉപായം മെനയുകയാണ്. ഇവനെടുത്ത് കുഴിയിലിട്ട് കളയുക. പക്ഷെ അവിടെ ഒരു വാക്യം എന്നെ വളരെ സ്പർശിച്ചു. 15-ാം വാക്യം. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ എന്തന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. ഈ വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നെ വളരെ സ്പർശിച്ചൊരു വാക്യമാണ്. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്ന ഒരുത്തൻ, അവന്റെ പേരില്ല. ഞാൻ പറയുകയാണ്, അത് ദൈവത്തിന്റെ കരമാണ്. ആ ഒരുത്തനാണ്, അത് ദൈവമാണ്. ഇവനെ ഇനി അടുത്തതായിട്ട് കുഴിയിൽ ഇടുമെന്നും ഇവർ കൊല്ലാൻ നോക്കുമെന്നും കണ്ടിട്ട് അവന് സംരക്ഷണം ചെയ്യാൻ ഒരുത്തൻ അവിടെ കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് നീ ജീവനോടെ ഇരിക്കുന്നത്, നീ പോയ സ്ഥലങ്ങളിൽ നിന്നെ തകർക്കാൻ നോക്കി ഒത്തിരി ശക്തികളുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ വീഴ്ത്തുവാൻ നോക്കി ഒത്തിരി കരങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിലും ഒരുത്തൻ നിനക്ക് വേണ്ടി നിൽക്കുകയാണ്. നീ പോകുന്നതിന് മുൻപേ അവൻ നിനക്ക് വേണ്ടി നിൽക്കുകയാണ്. ആമേ സ്തോത്രം. ജിജി കുര്യൻ, നിന്റെ കുടുംബത്തിന് വരേണ്ട അനർത്ഥങ്ങൾ മാറിപ്പോയതാണ്, അപകടങ്ങൾ മാറിപ്പോയതാണ്. കാരണം ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി നിന്നു. ഇനിയും പ്രാർത്ഥിച്ചോ, ദൈവം നിനക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഒരുത്തൻ നിന്നു. അവനറിയാം ഇവനെ പിടിച്ച് പൊട്ടക്കുഴിയിൽ ഇടും, കൊല്ലാൻ നോക്കുമെന്ന്. അതുകൊണ്ട് ഒരുത്തൻ നിന്നു. ഇന്ന് പകലും ദൈവം ചിലർക്ക് വേണ്ടി ഇറങ്ങുന്ന ദിവസമാണ്. ദൈവത്തിന്റെ കരം പലർക്ക് വേണ്ടിയും വെളിപ്പെടുന്ന ദിവസമാണ്. നിന്റെ തലമുറ പല സ്ഥലത്തും പോയിട്ടും പെട്ടുപോകാൻ എന്താണെന്നറിയാമോ? ഒരുത്തൻ നിന്നു. ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ട് നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആ കരങ്ങളെയൊക്കെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയും? യേശുവേ നന്ദി കർത്താവേ. ഒന്ന് നന്ദി പറഞ്ഞു. ഒന്നാ കരമൊക്കെ ഉയർത്തി നന്ദി പറഞ്ഞു. നന്ദി. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിന്നതിനായിട്ട്, ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിന്നതിനായിട്ട് നന്ദി കർത്താവേ. എന്റെ മൂത്ത മോന് ക്യാൻസർ ആയിരുന്നു. 9 വയസ്സുള്ളപ്പോൾ. ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു, 10-12 വർഷമായി അവന് സൗഖ്യമായിട്ട്. മരിച്ചു പോകുമെന്നും പറഞ്ഞ് RCCയില് ഡോക്ടർമാരെല്ലാം കൈവിട്ടതാ. നിങ്ങളൊരു പക്ഷെ സാക്ഷ്യം കേട്ടിട്ടുണ്ടാകും. കേട്ടവർക്കായിട്ട് സ്തോത്രം. കോമ സ്റ്റേജിലായി പോയിട്ട് കീമോ എടുത്തൊരു 4ാമത്തെ കീമോയിലാണ് അവന്റെ ബ്രെയിനകത്ത് ബ്ലീഡിങ്ങും ക്ലോട്ടിങ്ങും ഉണ്ടായിട്ട്
RCCയിൽ ഗുരുപ്രസാദ് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു രക്ഷയില്ല, കുഞ്ഞിന്റെ മരണം നിന്ന് കണ്ടോ, അങ്ങനെ അവര് പറഞ്ഞത്, അടുത്ത് നിന്ന് അവന്റെ മരണം കണ്ടോ എന്ന് പറഞ്ഞ ഞങ്ങൾ അപ്പനെ അമ്മയും അടുത്ത് നിർത്തിയതാണ്. പക്ഷെ നിങ്ങൾക്ക് കേൾക്കണോ, ദൈവം ഇറങ്ങി വന്നവനെ വിടുവിച്ചു. അന്ന് അവൻ മരിച്ചു പോകേണ്ട സ്ഥാനത്ത് എന്നാ മരിച്ചു പോകാൻ ഒരുത്തൻ നിന്നു. ഞങ്ങളുടെ ചുറ്റുമുള്ള എത്ര കുഞ്ഞുങ്ങളാ മരിച്ചു പോയത്, ഞങ്ങളത് കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ദൈവം അവനെ ഇറങ്ങി വന്ന് സൗഖ്യമാക്കി. ആ കോമ സ്റ്റേജിനകത്ത് ആശിഷേ നിന്റെ മുഴയെ ദൈവം മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ അത്ഭുതകരം അവനെ തൊടുവാനിടയായി. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു, 12 വർഷമായി ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എന്നാണെന്നറിയാമോ, ഒരുത്തൻ നിൽക്കും. നമുക്കെതിരെ പതിയിരിപ്പുകൾ വരുമ്പോൾ, നമുക്കെതിരെ രോഗങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുത്തൻ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഇന്ന് രാത്രികാലം പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരുത്തൻ നിന്നു. ഞാൻ വേഗത്തിൽ പോകട്ടെ. ആമേ സ്തോത്രം. ഇവിടെ യോസഫിനെ കുറിച്ച് പറയുന്നത്, ആമേ സ്തോത്രം, ആ ഒരുത്തൻ നിന്നു. പക്ഷെ ഇവർക്ക് കുഴിയിലിട്ടതേ ഉള്ളൂ, ഇവർക്ക് കൊല്ലാൻ പറ്റിയില്ല. അവൻ കുഴിക്കകത്ത് വീണു, കാരാഗ്രഹത്തിൽ ചെന്നു, പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെന്നു. അവിടെയെല്ലാം ദൈവം അവനോട് കൂടെ ഇരുന്നെന്ന വചനം പറയുന്നത്. ആ ഒരുത്തനില്ലേ, അവിടെ എല്ലാം കൂടെ ഇരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവനോട് സ്വപ്നം പറയുമ്പോൾ അതിനകത്ത് കുഴി ഉണ്ടായിരുന്നോ? ഇല്ല. ഇതിനകത്ത് ആമേ സ്തോത്രം കാരാഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല. പൊത്തിഫറിന്റെ ഭവനത്തിൽ ഇങ്ങനെ ഓടിപ്പോകേണ്ടി വരുമെന്നുണ്ടായിരുന്നു? ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സ്വപ്നത്തിനകത്ത് പലതും ഇല്ലാതിരിക്കുമ്പോൾ സ്വപ്നത്തിനകത്ത് ചിലതുണ്ടായിരുന്നു. എന്നാ ഉണ്ടായതെന്നറിയാമോ? സ്വപ്നത്തിനകത്ത് ഇവൻ രാജാവാകുമായിരുന്നു. സ്വപ്നത്തിനകത്ത് ഇവന് വേണ്ടി പാണ്ഡികശാലകൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്വപ്നത്തിനകത്ത് ഇവന് വേണ്ടി ചില താക്കോലികൾ ദൈവം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്വപ്നത്തിനകത്ത് ഇവനെ അണിയിക്കുവാനുള്ള ചിലത് ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്വപ്നത്തിനകത്ത് ഇവൻ മുഖാന്തരം അനേകർ വിടുവിക്കപ്പെടുന്നതുണ്ടായിരുന്നു. ഇന്ന് പകലിന് ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കെതിരെ പലതും പിശാച് ഉന്നയിക്കുമ്പോൾ ഓർത്തോ, അതൊന്നും നിന്റെ ജീവിതത്തിനകത്ത് നീ ഒരുപക്ഷെ അറിയുന്നില്ലായിരിക്കാം. പക്ഷെ അതിന്റെ അനന്തര ഫലം എന്താണെന്നറിയാമോ? ദൈവം നിന്നെ മാനിക്കുന്ന വിധങ്ങൾ അതിനകത്തുണ്ട്. ദൈവം നിന്നെ ഉയർത്തുന്ന വിധങ്ങൾ അതിനകത്തുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകൾ അതിനകത്തുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് പകലിലും ആ സ്വപ്നത്തിനകത്ത് അവൻ പ്രതീക്ഷിക്കാത്ത പലതും ദൈവം അവൻ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ, നിസാരം കഷ്ടങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. നിസാര ഭാരങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. ഇന്ന് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നോർത്ത് നീ വിഷമിക്കേണ്ട. നിനക്ക് ദൈവം അതിശ്രേഷ്ഠമായത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിന്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. അവൻ ആ സ്വപ്നത്തിലേക്ക് ദൈവം അവനെ എത്തിച്ചു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അവസാനം ആ സ്ഥാനത്ത് ദൈവം അവനെ എത്തിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സ്വപ്നം തന്നവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാരംഭത്തിൽ ആന്റി പറഞ്ഞതുപോലെ എന്റെ പേര് ആൻസി എന്നാണ്. പാസ്റ്ററിന്റെ പേര് ഷാജൻ എന്നാണ്. കോട്ടയത്താണ് ഞങ്ങളുടെ സ്വദേശം. ശരിക്കും പാസ്റ്ററിന്റെ വീട് കൊച്ചിയാണ്, എന്റെ വീട് ആലപ്പുഴയാണ്. സുവിശേഷത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ കോട്ടയത്ത് വന്നത്. ഞങ്ങൾ ഇവിടെ വന്ന ഒരു വീട്ടിൽ ആരംഭിച്ച കൂട്ടായ്മ ഒരു ഭവനത്തിലാണ് ആരംഭിച്ചത്. ദൈവ ഭവനത്തിൽ ആത്മാക്കളെ തന്നു, അത് നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. വീണ്ടും ഞങ്ങൾ ഒരു ഓഡിറ്റോറിയത്തിനകത്തേക്ക് ആരാധന മാറി. അവിടെയും ദൈവം ആത്മാക്കളെ തന്നു നിറച്ചു. അടുത്തതായിട്ട് ഞങ്ങളെ ചർച്ച് പണിതു. ചർച്ച് പണിത് 2 സെക്ഷൻ ആരാധനയാണ്, 7 മണിക്കും 10 മണിക്കും. ആ 2 സെക്ഷൻ ആരാധന അതും കർത്താവ് നിറക്കുവാൻ ഇടയായി. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ദൈവം ഇത്രത്തോളം ഞങ്ങളെ എത്തിക്കുവാൻ ഇടയായി തീർന്നു. ഒരു സ്വപ്നം പോലെയാണ് ഞങ്ങൾ ഈ കോട്ടയത്ത് വന്നത്. ആത്മാക്കൾ എന്നൊരു ലക്ഷ്യത്തോടെ വന്നത്. പക്ഷേ ഞങ്ങളെ ദൈവം മാനിക്കുവാൻ ഇടയായി തീർന്നു. 1000-ന് മേലെ മെമ്പേഴ്സ് ഞങ്ങളുടെ ചർച്ചിനകത്തുണ്ട്. ആമേ സ്തോത്രം. കർത്താവ് വളർത്തുവാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉപവാസവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളായിരുന്നു. കർത്താവ് ഞങ്ങളെ വളർത്തു. ഇന്നും പുതിയ ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, സ്നാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. 2 പേരും വർഷിപ്പിനകത്തൊക്കെ ഉണ്ട്. കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. രാജ്യങ്ങളിൽ ഞങ്ങളെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുമില്ലാതെ ഇവിടെ വന്നെങ്കിലും കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ മാനിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഞങ്ങളുടെ ആലയം നിറഞ്ഞിട്ട് 2 സെക്ഷനും നിറഞ്ഞിട്ട് അടുത്തൊരു ലാൻഡ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ വിഷയത്തിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്നറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ആ ലാൻഡിന്റെ അടുത്ത മാസം അതിന്റെ എഴുത്ത് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനെല്ലാ വഴികളും തുറക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു. ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഒന്നുമില്ലാതെ വന്നെങ്കിലും കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. നിങ്ങൾ ഇവിടെ ഒരു സ്വപ്നം ദൈവം നിങ്ങൾക്ക് തന്നെങ്കിൽ, ഒരു വാക്തത്വം നിങ്ങൾക്ക് ദൈവം തന്നെങ്കിൽ അതിലേക്ക് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല. ഇന്ന് പകൽ
ഹൃദയങ്ങളിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഇത്രത്തോളം സമയം കർത്താവെ അവൻ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും ഒക്കെ ദൈവം കൃപ തന്നല്ലോ. ഇവരെ കർത്താവ് സ്നേഹിക്കുന്നുണ്ടല്ലോ കർത്താവെ. അവരോട് വ്യക്തമായിട്ട് അങ്ങ് ഇടപെട്ടതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ജനത്തെ അങ്ങ് തൊട്ടതിനായിട്ട് നന്ദി. ഇവരോട് പറഞ്ഞ വാക്തത്വങ്ങൾ എല്ലാം നിവർത്തീകരിക്കപ്പെടട്ടെ. ഇന്ന് കേട്ട ദൂത് പോലെ സ്വപ്ന നിവർത്തീകരണത്തിലേക്ക് ദൈവം ഇവരെ എത്തിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അവസരം ഒരുക്കി തന്ന ആമേൻ സ്തോത്ര ഫേബാന്റിയോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.